ദിയ ഫാത്തിമ ഈ ഒരു കൊച്ചു കുട്ടിയെ തിരിച്ചു കിട്ടണം. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഉമ്മാടെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതാണിപ്പോൾ നമ്മൾ ഏതൊരു മലയാളിയുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹവും സ്വപ്നവും എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. നമ്മൾ ഈ ദിയ ഫാത്തിമ എന്ന കുട്ടിയെക്കുറിച്ചിട്ട് നമ്മൾ ഏതൊരു വീഡിയോ ഇട്ടാലും അല്ല അതിനടിയിലുള്ള കമൻറ്റ് ബോക്സ് പോയി നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഈ ഒരു കുട്ടിയെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന അത്രയും ആളുകളാണ്. 10,000-കണക്കിന് കമൻസുകളാണ് ഈ ഒരു കുട്ടിയെ കിട്ടണം, അല്ലെങ്കിൽ അതിലും കൂടുതൽ കമൻസാണ് വരുന്നത് ആ ഒരു കുട്ടിയെ കണ്ട് കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ ആ കുട്ടിയുടെ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. ഇതിനെക്കുറിച്ചിട്ടുള്ള പല വിവരങ്ങൾ തരുന്ന ആളുകളുണ്ട്. ചെറിയ ചെറിയ വിവരങ്ങൾ പോലും നമുക്ക് വലുതാണ്. അപ്പോൾ ആ കുട്ടിയെ ദിയ ഫാത്തിമയുടെ അതേ മുഖച്ഛായുള്ള ആ ഒരു കുട്ടിയെ പല സ്ഥലങ്ങളിൽ കണ്ട് ആ ഒരു കുട്ടിയെ ആയിരിക്കുമെന്ന് കരുതി ആ കുട്ടിയെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള വീഡിയോസ്, അല്ലെങ്കിൽ ആ കുട്ടി കോഴിക്കോട് ബീച്ചിലുള്ളതാണ്, ദിയ ഫാത്തിമയുടെ അതേ മുഖച്ഛായുള്ള ആ കുട്ടി കോഴിക്കോട് ബീച്ചിൽ പല ആളുകളും കണ്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള പല കേസുകളും അല്ലെങ്കിൽ പല കമൻറ്റുകളൊക്കെ നമുക്കിങ്ങനെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ പല ആളുകളും ഇത്തരത്തിൽ നമ്മൾ ദിയ ഫാത്തിമയെ കുറിച്ചിട്ട് പല ആളുകളും വീഡിയോസും ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ദിയ ഫാത്തിമയെക്കുറിച്ചുള്ള എന്ത് ചെറിയ വിവരമായാലും ഏതൊരു യൂട്യൂബ് ചാനലും എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും കുറേ ആളുകൾ ഇതിനെ പറ്റിയിട്ട് വീഡിയോസും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസ് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ആളുകളെ മൊത്തം തന്നെ ഇപ്പോൾ ഒരാൾ താത്തിക്കെട്ടി എന്ന് വേണം സത്യത്തിൽ പറയാൻ വേണ്ടിയിട്ട്. ആ ഒരു ആൾ പറയുന്ന വോയിസ് എന്തായാലും നിങ്ങളും കൂടി ഒന്ന് കേട്ടോക്കാം. അമ്മയുടെ തീരോധാനത്തെ കുറിച്ചാണ്. ഏകദേശം 8.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ദിയ ഫാത്തിമ കുട്ടിയായിരിക്കെ, കേവലം 1.5 വയസ്സ് ആകുന്നേ ഉള്ളൂ. ഈ സമയത്ത് സംശയകരമായ രീതിയിൽ ആ കുട്ടിയെ കാണാതാവുകയാണ് ഉണ്ടായത്. അത് പോലീസിലൊക്കെ പരാതി കൊടുത്തെങ്കിലും നമ്മുടെ പോലീസല്ലേ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരുന്ന് യാതൊരു തെളിവും ഉണ്ടായില്ല. മാത്രമല്ല ഈ കുട്ടിയെ ഈ മാതാപിതാക്കൾ തന്നെ കൊന്നിട്ട്. സത്യം പറയാലോ, ഇയാള് ഈ ഒരു കേസ് ദിയ ഫാത്തിമ ഈ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു പേര് പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പേരും കൂടിയാണ് ജുനൈദ്. ഈ ഒരു പേരും കൂടി നമ്മൾ ദിയ ഫാത്തിമ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം കേൾക്കുന്ന ഒരു പേരാണ് ഈ ഒരു പേരും. കാരണം ജുനൈദ് സ്വപ്നം കണ്ടു, ആ ഒരു വ്യക്തി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു കേസ് വീണ്ടും ആളുകളിലേക്ക് എത്തലും അല്ലെങ്കിൽ ആ ഒരു കേസ് വീണ്ടും ഒന്നും കൂടി അന്വേഷണം ആവാലും ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ അത് ഏറ്റെടുക്കൽ തുടങ്ങിയത് അല്ലേ. അപ്പോൾ ദിയ ഫാത്തിമ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ജുനൈദ് എന്ന് പറയുന്ന ഒരു പേരും തീർച്ചയായിട്ടും നമ്മൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ജുനൈദ് എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വപ്നം കണ്ടു, ദിയ ഫാത്തിമ എന്നൊരു കുട്ടിയെ പറ്റി സ്വപ്നം കണ്ടു. അത് നാട്ടിലുള്ള ആളല്ല, അയാൾ പുറത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുറത്തുള്ള ഒരാൾ ഈ കുട്ടിയെ പറ്റി സ്വപ്നം കണ്ടു. അപ്പോൾ ആ സ്വപ്നം കണ്ടതിന് ശേഷം നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് മറന്ന് പിന്നീട് ആ ഒരു ഉറക്കത്തിൽ മുഴുകാനാണ് എല്ലാ ആളുകളും ശ്രമിക്കുക. എന്നാൽ ഈ ഒരാൾ ആ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം ആ ഒരു കുട്ടിയുടെ സ്വപ്നം കണ്ടതിന് ശേഷം തനിക്കും ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി മിസ്സായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എവിടെയാണ്, ആ കുട്ടിയെ കണ്ടുപിടിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത കാരണം ഇത് നമ്മൾ അവരെ നാട്ടിൽ പോയി അന്വേഷിക്കണം, അല്ലെങ്കിൽ ആ ഉപ്പാൻ്റെയും ഉമ്മാടെ അടുത്ത് സംസാരിക്കണം. ആ ഒരു സ്വപ്നത്തെ അങ്ങനെ നിസ്സാരമാക്കി കാണാതെ ആ ഒരു കുട്ടിയെ രക്ഷിക്കാൻ തന്നെ കൊണ്ട് എന്ത് പറ്റും എന്ന് അന്വേഷിച്ചിട്ട് ആ വീട്ടിൽ പോവുകയും അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്തൊരു വ്യക്തി. ഇപ്പോൾ ആ ഒരു വ്യക്തി കണ്ട സ്വപ്നത്തെ പറ്റി മറ്റൊരാൾ വളരെ മോശമായിട്ട് ഇങ്ങനെയൊന്നും സ്വപ്നം കാണുകയില്ല, അത് വളരെ അന്ധവിശ്വാസമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു വിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ ഒന്നും കാര്യമല്ല അല്ലേ. നമ്മുടെ വീട്ടിൽ നിന്നൊരു കുട്ടിയെ കാണാതാവുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്തൊരു കാര്യങ്ങളും വിശ്വസിക്കുള്ളൂ. നമ്മളിപ്പോൾ പല കാര്യങ്ങളും പലരും കേട്ടറിയുന്നതിലും കൂടുതൽ നമുക്ക് അനുഭവം വരുമ്പോഴായിരിക്കും നമ്മൾ എന്തൊരു കാര്യം വിശ്വസിക്കുക. അപ്പോൾ അവരെ വീട്ടിൽ നിന്നൊരു കുട്ടി ഇതുപോലെ കാണാതായി എന്ന് ചിന്തിക്കുക, അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കാണ്ടിരിക്കട്ടെ. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ ഒരാൾക്ക് അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് കാണാതാവുമ്പോൾ അവർക്ക് മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ വിഷമമുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അവിടെ അന്ധവിശ്വാസത്തിൻ്റെ വിശ്വാസം ഒന്നും നമ്മൾ തേടിപ്പോവില്ല. നമ്മളെ കുട്ടിയെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെറുതായിട്ട് പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ച് അതിനുമായിട്ടുള്ള അന്വേഷണങ്ങളായിട്ട് മുന്നോട്ട് പോകും. എവിടെ നിന്ന് എന്താണ് ഒരു ചെറിയ തെളിവ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഒരു ചെറിയ സൂചന കിട്ടുന്നത്, ആ ഒരു അന്വേഷണമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. കാരണം നമ്മുടെ കുട്ടിയോട് നമുക്ക് ആത്മാർത്ഥതയുണ്ടോ, നമ്മുടെ കുട്ടിയെ എങ്ങനെയും നമുക്ക് തിരിച്ച് കിട്ടണം എന്നുള്ളൊരു മനസ്സുള്ള ആളുകളാണെങ്കിൽ അവിടെ ആരെന്തെങ്കിലും നമ്മുടെ കുട്ടിയെ പറ്റിയിട്ട് ഒരു ചെറിയ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിലും അതുമായിട്ട് മുന്നോട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുക. ഇതിപ്പോൾ വിശ്വാസം അന്ധവിശ്വാസത്തിനൊന്നും കാര്യമില്ല. ആ ഒരു വ്യക്തി സ്വപ്നം കണ്ടു എന്ന് പറയുന്നു, ഇയാൾക്ക് ഇതിപ്പോൾ വെറുതെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഗുണമുണ്ട് എന്ന് തോന്നുന്നില്ല അല്ലേ. കാരണം ഇപ്പോൾ അയാൾ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ കേസിലുണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇയാൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കേസിന് വേണ്ടിയിട്ടുള്ള പൈസകൾ പല ആളുകളിൽ നിന്നിട്ടായിട്ട് പൈസകൾ ശേഖരിക്കാനും അങ്ങനെ കേസുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദിയ ഫാത്തിമയുടെ മിസ്സിംഗ് കേസിൽ ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ദിയ ഫാത്തിമയുടെ ഉപ്പ എന്ന് പറയുന്ന വ്യക്തി. കുറേ ആളുകൾ അവർ പരിസരത്തുള്ള ആളുകൾ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിയ ഫാത്തിമയുടെ ഉപ്പ തന്നെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കേസിലും ഇയാൾ കുറേ നാളുകൾ അവരെ കൂടെ നടന്ന് നിരീക്ഷിച്ചിട്ട് ദിയ ഫാത്തിമയുടെ ഉപ്പയ്ക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന് വരെ കണ്ടുവെത്തിയിട്ടുണ്ട്.
അല്ലേ? പല ആളുകളും സംശയിച്ച ആ ഒരു സംശയം ഈ ഒരു വ്യക്തി മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലാ ഒരു പങ്ക് ആ ഒരു ഉപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും സ്വന്തം ഉപ്പാക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ചെയ്യുന്ന ആളുകളുമുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. ഒരുപാട് ഉപ്പയായാലും ഉമ്മയായാലും സ്വന്തം മക്കളെ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കാൻ പഠിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ദിയ ഫാത്തിമയുടെ ഉപ്പയുടെ പേരിലുള്ള ആ ഒരു സംശയം മാറ്റിയെടുത്തതും ഈ ഒരു ജുനൈദിൻ്റെ പ്രവൃത്തി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം കുറേ നാളുകൾ നടന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റത്തിലൂടെയൊക്കെ അദ്ദേഹം ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ദിയ ഫാത്തിമയുടെ ഉപ്പ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നും നമുക്ക് ഏറെക്കുറെയൊക്കെ നമുക്ക് തെളിയിച്ച് തന്നത് ഈ ഒരു ജുനൈദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇപ്പോഴും പല ആളുകളും ഈ ഒരു കേസിൽ ദിയ ഫാത്തിമയുടെ ഉപ്പയെ സംശയിക്കുന്നുണ്ട്. അത് അവരുടെ സംശയമായിട്ട് തന്നെ അങ്ങനെ നിലനിൽക്കുകയാണ്. അതിനുമായിട്ടുള്ള ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ആ കുട്ടിയെ പറ്റിയിട്ടും ഒരു വിവരം കിട്ടിയിട്ടില്ല. ഇങ്ങനെ പല ആളുകളും കുട്ടിയെ പറ്റിയിട്ട് വീഡിയോസും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഇത് പല ആളുകളിലേക്ക് എത്തിപ്പെടും. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ക്ലൂ അത് കാരണം കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും ഉപകാരമില്ലല്ലേ? ആ ഒരു ഉമ്മാൻ്റെ കണ്ണീര് നമ്മൾ ഒരു വീഡിയോ കാരണം ആ ഉമ്മാൻ്റെ കണ്ണീര് നമുക്ക് തുടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഉപകാരപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന മൊത്തം ആളുകളെ അടച്ചാക്ഷേപിക്കേണ്ട ഒരു കാരണമൊന്നും അദ്ദേഹത്തിനില്ല. വയസ്സായ ഒരാളാണ്. അതിന് വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ നമ്മൾ എന്തിനാണ് തടക്കാൻ പോകുന്നത്, അല്ലേ? ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നത് അയാളുടെ വലുതാണ്. എനിക്കൊരു കാര്യത്തിൽ വിശ്വാസമില്ല എന്ന് കരുതിയിട്ട് ഞാൻ മറ്റൊരാളോടും അത് വിശ്വസിക്കരുത് എന്ന് പറയാൻ നമുക്ക് എന്ത് റൂൾസാണുള്ളത്, അല്ല എന്ത് അധികാരമാണ് നമുക്കുള്ളത്, അല്ലേ? അവരുടെ വിശ്വാസങ്ങൾ അവർക്ക് വലുതാണ്. അവർ ആ ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെ പോയി അതിനായിട്ടുള്ള ആ ഒരു കേസ് ഇന്നും അന്വേഷിക്കാൻ ആ ഒരു ജുനൈദിൻ്റെ സ്വപ്നം കാരണം സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ നമ്മൾ ഒരിക്കലും തല്ലിക്കെടുത്താൻ പാടില്ല. വിശ്വാസമില്ലെങ്കിൽ വേണ്ടല്ല, മറ്റുള്ള ആളുകളുടെ വിശ്വാസം നമ്മൾ തല്ലിക്കെടുത്താതിരിക്കാൻ നോക്കാം. ഇപ്പം നമ്മൾ തന്നെ കുറച്ച് മുന്നേ കേട്ടൊരു നമ്മുടെ മുംബൈയിലുണ്ടായ ഒരു സംഭവം, 166 പെൺകുട്ടികളെ കാണാതായ ഒരു കേസ് കണ്ടെത്തുകയും ആ 166 പെൺകുട്ടികളെ തിരിച്ച് കണ്ടെത്തുകയും ചെയ്ത ഒരു കേസ്. അതാണ് പറയുന്നത്, നമ്മൾ എന്തൊരു വിഷയത്തിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നടക്കും. എന്നാൽ 116 പെൺകുട്ടികളെ 166 പെൺകുട്ടികളെ കണ്ടെത്താൻ പറ്റുമെന്ന് ആർക്കാണ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്? ആർക്കും ഉണ്ടായില്ല. അദ്ദേഹം ആ ഒരു 166 പെൺകുട്ടികളെ കണ്ടെത്തി, അല്ലേ? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മിസ്സായ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ കുട്ടികളെ കണ്ടെത്തുന്നത്. അത് ആ ഒരു വ്യക്തി അതിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയ കാരണമാണ്. എന്നാൽ ഒരു വ്യക്തി ആ ഒരു കേസ് അന്വേഷിക്കാൻ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ആ കുട്ടികളെ നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ലായിരുന്നു. എല്ലാവരും ഇങ്ങനെ മിസ്സായി എന്ന് കരുതി, അല്ലെങ്കിൽ ആ കുട്ടികൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ല എന്ന സംശയത്തിൽ തന്നെ ഇങ്ങനെ പോയി കാലങ്ങൾ പോയേനെ. അപ്പോൾ അദ്ദേഹം മുന്നിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ ആ കുട്ടികളെ ആ മാതാപിതാക്കൾക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ശ്രമിച്ചിട്ടല്ല നമ്മൾ പരാജയപ്പെട്ടാൽ കുഴപ്പമുള്ളൂ. അപ്പോൾ ശ്രമിക്കുന്നവർ ശ്രമിച്ചോട്ടെ. അവരെ നമ്മൾ എന്തിനാണ് വഴിമുടക്കാൻ പോകുന്നത്? നിങ്ങൾക്കതിൽ വിശ്വാസമില്ല, നിങ്ങൾ മാറി നിൽക്കുക. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യത്തിൽ അത് തെറ്റാണ് അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു അധികാരം നമുക്കില്ല. അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. അവരെ കൊണ്ട് എന്തെങ്കിലും ആ ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു വിവരം കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ അവർ ചെയ്തോട്ടെ. നമ്മളൊരിക്കലും അതിൽ തടസ്സം പറയാൻ പോകാനും നമുക്കൊരു അധികാരമില്ല.